കാര്യം പറയട്ടെ. ക്യാമറ പറയണോ താൻ പറഞ്ഞുള്ള കാര്യം പറ. ഇത്തിരി നീങ്ങിന്ന് പറ. ഒപ്പം നിക്കട്ടോ. അതായത് പ്രേക്ഷകർ മൊത്തം വീഡിയോസ് കാണുന്നുണ്ട്. ഒരു വീഡിയോ പെരേരട്ട കാണുന്നുണ്ട്. അവർ തെറി പറഞ്ഞാലും അല്ലെങ്കിൽ മോശം കമന്റ് ഇട്ടാലും ഓരോ കണ്ടന്റ് കണ്ടിട്ടാണ് അവർ കമന്റ് ഇടുന്നത്. നല്ല കമന്റ് ഇടുന്നവരുണ്ട്, മോശപ്പെട്ട കമന്റ് ഇടുന്നവരുണ്ട്, ഫേക്കായിട്ട് കമന്റ് ഇടുന്നു. പണിയില്ലാത്ത ആൾക്കാരാ. അങ്ങനല്ല, തരം താത്തി നമ്മൾ പറയും. ആളുകൾ ജനങ്ങൾ കാണുന്നത് നമുക്കൊരു സന്തോഷം തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലവർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ ഇടുന്ന് കാണുന്നൊരു വലിയ അനുഗ്രഹമാണ് കാണുന്നതല്ലേ അല്ലേ. പിന്നെ പെരേരയെ നേരിട്ട് അറിയുന്നവർക്ക് അറിയാം അവനൊരു പാവമാണെന്നറിയാം. ഫേസ്ബുക്കിലൂടെ അല്ലാണ്ട് ലൈവായിട്ട് കാണുന്നവര് പാവമാണെന്നറിയാം. ഒരുപാട് സുഹൃത്തുക്കള് മറ്റേ മനസ്സിലായാണ് പാവമാണെന്നുള്ളത്. ഇടയ്ക്ക് പിണങ്ങുമെങ്കിലും സുഹൃത്തുക്കളാകാറുണ്ട് എപ്പോഴും. സിനിമ അല്ല, വെബ് സീരിയലാണ്. 5 എപ്പിസോഡ് സിനിമ വരുന്നുണ്ട്. സിനിമ ബ്രൈറ്റിന്റെ നായക നിരയിൽ എത്തുന്ന ഒരു സിനിമ വരുന്നുണ്ട്. പേര് ഇപ്പൊ പറയുന്നില്ല, ഒന്നും പറയണ്ട, പറഞ്ഞാൽ മതി. ദിഷയും ബ്രൈറ്റും ആണ് മെയിനായിട്ട് അത് ചെയ്യുന്നത്. ഞങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പം ബ്രൈറ്റ് ആണ്, ഈ മൊട്ടത്തലേനാണ് നായകനായിട്ട് വരുന്നത് കേട്ടോ. അപ്പം എല്ലാവിധ ആശംസകളും നേരെയാണ്. ചേട്ടൻ ചോദിച്ചത് അതായത് ആട്ട അതിന്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. നിഷ ഒരു ഡോക്ടറായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 4-5 എപ്പിസോഡ് കാണും. പിന്നെ വേറെ ഒരു വില്ലനായിട്ട് ഒരുത്തന്നെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് ഒരു സിനിമ നടനുണ്ട്, അത്യാവശ്യം അറിയപ്പെടുന്ന തമിഴിൽ നിന്ന് എല്ലാവർക്കും സുപരിചിതം. കടുവ സിനിമ കണ്ടിട്ടുണ്ടോ? അതിലെ കുറെയൊക്കെ സീക്വൻസ് ഒക്കെ ഇതിലുണ്ടാവും. ആര് പറഞ്ഞു? പിന്നെ അതൊന്നുമില്ല, ഇതൊരു വിവാദമാകും. കാരണം ബൈബിള് ബേസ് ചെയ്ത പഴയ നിയമം, ബൈബിളിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ്. അവന് വരത്തില്ല അല്ലേ? പിന്നെ ഒരു കാര്യം അവസരത്തിൽ പറയാം. ഇന്നിപ്പോ ഞങ്ങൾ എത്തിയതെന്ന് പറഞ്ഞാൽ ആനന്ദ് ശ്രീബാല എന്നൊരു സിനിമ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. ആ സിനിമ നല്ല സിനിമയാണ്. വിനയൻ സാറിന്റെ മകൻ സംവിധാനം ചെയ്ത സിനിമയാണ് വിഷ്ണു വിനയൻ. അതുപോലെ അഭിലാഷ് പിള്ള, അദ്ദേഹത്തിന്റെ കഥയാണ്. കാരണം മാളവിപ്പുറത്തിന് ശേഷം സ്ക്രിപ്റ്റ് എല്ലാം തന്നെ ഇപ്പൊ സുമതി വളവ് തുടങ്ങുവാണ്. അതിന് ആശംസകൾ നേരുന്നു. അപ്പോൾ അഭിലാഷ് ചേട്ടനും വിഷ്ണു വിനയും ചേർന്ന് നമ്മുടെ ഹരിശ്രേഷ്ഠൻ ചേട്ടന്റെ മകൻ അർജുൻ, അതുപോലെ സൈജു കുറുപ്പ്, സംഗീത ചേച്ചി ചിന്താവിഷയ ശ്യാമളയ്ക്ക് ശേഷം, പിന്നെ അനിയപ്പൻ ചേട്ടൻ, കോടൻ നസീറിക്ക, പിന്നെ അതുപോലെ അസീസിക്ക, പ്രസാദ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ. നല്ലൊരു മൂവിയാണ്, നല്ല പാട്ടാണ്, നല്ല ഫാമിലിയാണ്, ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. അത് ആനന്ദ് അമ്മയും മകനും നമ്മൾ ബന്ധത്തിന്റെ കഥ പറഞ്ഞു. അപ്പൊ അത് കാണാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ഒരു ആശയം പറഞ്ഞത് ഇതിനെ കുറിച്ച്. അപ്പൊ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാദം ഉണ്ടായി. ജോജു ചേട്ടന്റെ സിനിമ ഇത് പണി എന്ന സിനിമ. അപ്പൊ ഒരുത്തം പോസ്റ്റ് ഇട്ടു, ഒരാൾ പോസ്റ്റ് ഇട്ടു, ആ സിനിമ കാണരുത്, സ്ത്രീകൾക്കൊക്കെ കാണരുത്, മോശമാണെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊരു കാര്യം പറയാം. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിൽ അവരെ വില്ലനായിട്ട് അംഗീകരിച്ച് എന്തുകൊണ്ടാണ്? ഒരു റേപ്പ് സീൻ ഉള്ളതുകൊണ്ടും ആ വില്ലത്തരം കാണിക്കുന്നതുകൊണ്ടാണ് അവര് വില്ലനാണെന്ന് പറയാം. അല്ലെ ബ്രൈറ്റേ? അല്ലെ പറയൂ? വന്നിട്ട് ചായ കുടിച്ചിട്ട് പോകണമെന്ന് വില്ലനാന്ന് പറയൂ. അപ്പോൾ ആ വില്ലത്തരം അവർ കാണിച്ചപ്പോൾ അതിന് ആ ഡയറക്ഷനിലൂടെ അത് കാണിച്ചു. ചോദിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത മൂവിയാണ്. അപ്പോൾ അത് തകർക്കാൻ വേണ്ടി ഒരു സിനിമ പോസ്റ്റിലല്ല, ഒരു സിനിമാ ഗ്രൂപ്പിലല്ല പുള്ളി പോസ്റ്റിട്ട്, ഒരുപാട് സിനിമാ ഗ്രൂപ്പിൽ ഇട്ടപ്പോഴാണ് ജോയിച്ചേട്ടൻ ചോദിച്ചത്. ഇതൊന്നും മറ്റുള്ളവർ അറിയില്ല. ഇപ്പോൾ എന്നെ കുറിച്ചോ മാഷിനെ കുറിച്ചോ ബ്രൈറ്റിന് ഒരാൾ വേറെ നിഷയെ കുറിച്ച് ഇടുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ? ഒരു തവണയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. സ്ഥിരം ഇടുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? അത് ജോയിച്ചേട്ടൻ റെക്കോർഡിംഗ് ആണെന്ന് പോലും നോക്കാനാണ് പുള്ളി വിളിച്ചത്. കാരണം പുള്ളിക്ക് കള്ളത്തരമൊന്നുമില്ല. പുള്ളിക്ക് ഇന്നത്തെ കാലത്താണല്ലോ നേരെ പോകുന്നുള്ളൂ. അപ്പോൾ ജോയിച്ചേട്ടൻ ചോദിച്ചു. അത് വിഷമം കൊണ്ട് ചോദിച്ചാൽ പുള്ളി പൈസ മുടക്കി ചെയ്ത് ഡയറക്റ്റ് ചെയ്തൊരു പടത്ത് വിമർശനം ചെയ്യുമ്പോൾ ചോദിക്കാനുള്ള അവകാശം പുള്ളിക്കുണ്ട്. ആ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അഭിനയം. കാരണം സാഗർ എന്ന വ്യക്തി അറിയില്ല, തട്ടിമുട്ടി ഞങ്ങൾ ഒരുമിച്ച് ചെയ്താണ്. തട്ടിമുട്ടിലെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അന്ന് സുന്ദരനാണ് പുള്ളി, മീശയൊക്കെ മേടിച്ചു. പിന്നെ കുരുതിയിലൂടെ വന്നു, പിന്നെ അതുപോലെ തന്നെ വേറെ മൂവിയിലൂടെ വന്നു. ഗുണ്ടാ വിജയൻ എന്നൊരു പടത്തിലൊക്കെ ഉണ്ട്, ഗുണ്ടാ ജയൻ. പക്ഷെ ഇതിലാണ് പുള്ളിക്ക് ഇതായത് പണി. പിന്നെ മുറ എന്ന സിനിമയിലാണ് എന്റെ കൂടെ അഭിനയിച്ചൊരു വ്യക്തിയാണ് നായകനായിട്ട്, തമിഴ് സിനിമ തഗ്, സ്വാതന്ത്ര്യ അർദ്ധരാത്രി, ആ മൂവിയില് ABCD എന്ന് പറഞ്ഞ ദുൽഖറിന്റെ പടത്തിന്റെ പ്രൊഡ്യൂസറുടെ മോനാണ്. അപ്പൊ അദ്ദേഹമാണ് നായകനകത്ത്. മുറ മാലാ പാർവതി ചേച്ചി നല്ല വേഷം ചെയ്തു, സുരാജ് ചേട്ടൻ ചെയ്തു. അതുപോലെ തന്നെ മുസ്തഫ എന്ന് പറഞ്ഞ നടനാണ്, സംവിധായകനാണ്. കപ്പേള എന്ന സിനിമയ്ക്ക് ശേഷം ഇത് വർക്കാണ്. അപ്പൊ ഈ പണിയും മുറയും രണ്ടും വേറെ ലെവലാണ്.
നമ്മൾ പറയത്. പിന്നെ ചിലവർ പറയുന്നത് നമ്മളെല്ലാ സിനിമയും നല്ല എന്ന് പറഞ്ഞാൽ അവരോടൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു സിനിമ ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ വന്നിട്ട് എങ്ങനെയുണ്ട് പടം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊള്ളില്ല എന്ന് പറയുന്നത് മോശമാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണ്ട, നമുക്ക് നല്ലതാണ്. ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ വിജയിക്കാൻ പരാജയപ്പെടാം. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന എത്തുമ്പോൾ ഒരുപാട് പേരുടെ പൈസയും കൂടി പോകില്ലേ? നല്ല പടാന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച ആൾക്കാർ കയറുമ്പോൾ ഞാനൊരു കാര്യം പറയാം, പൈസ എന്തായാലും പോവുമല്ലോ. അല്ല കാണാൻ തീരുമാനിക്കുന്നവർ എന്തായാലും കാണൂലേ? ഒരു മിനിറ്റ്, ഇന്നലെ കങ്കുവ എന്ന മൂവി കണ്ടപ്പോൾ പലരും ഞങ്ങൾ രണ്ടുപേരാണ് പോസിറ്റീവായിട്ട് പറഞ്ഞു, ബാക്കി എല്ലാവരും നെഗറ്റീവ്. എന്നിട്ട് പറഞ്ഞു ബാലയുടെ സഹോദരന്റെ പടമായിട്ടാണ് ആറാട്ടം പറഞ്ഞതെന്ന് വിവാദം ഉണ്ടായി. അപ്പൊ ഈ ഞങ്ങള് പോസിറ്റീവായിട്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ കങ്കു സൂര്യ എന്ന നടൻ അഭിനയിക്കാൻ വേണ്ടി എത്ര വർഷം കാത്തിട്ടാണ് പുള്ളി ആ വേഷം ചെയ്തൊരു വ്യക്തിയാണ്. പിന്നെ ഈ സിനിമയിലെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തെ ആരായിരുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ അനിയനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരായിരിക്കാം, നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് അതിനകത്ത് ആവിഷ്കരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു കാലഘട്ടത്ത് ഇവർ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അവരെന്തോ ഒരു മനസ്സുകൊണ്ട് ഒന്നിക്കുന്നു, അതാണ് സബ്ജക്റ്റ്. പടം കണ്ടെങ്കിൽ മനസ്സിലാവും. കഴിഞ്ഞ ജന്മത്ത് അവർ ആ ഒരു കാലഘട്ടത്തിൽ അവർ തമ്മിലുള്ളൊരു ബന്ധം. പിന്നീട് വന്നപ്പോൾ ആ കുട്ടിയും ഈ സൂര്യയും വീണ്ടും ഒരുമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ജന്മത്തും ഒന്നിക്കുകയാണ്. എവിടെയൊക്കെയോ ഒരു നിമിത്തം ഒരുപാട് പടങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറ്റം പറയാം. ശിവയുടെ പടങ്ങളൊക്കെ അറിയാലോ, അജിത്തിനെയൊക്കെ വെച്ച് ചെയ്താണ് എല്ലാ പടങ്ങളും ഹിറ്റാണ്, പാസ്സാണ്. പിന്നെ ഒരു കഷ്ടപ്പാടാണ് മൂവി. ചിലവർക്ക് ദഹിക്കത്തില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ പറഞ്ഞു നല്ല പടമാണ്. സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് കുറെ പേര് സിനിമ കാണുമ്പോൾ അവരുടെ പൈസ പോകുന്നുള്ളൊരു തോട്ട് നിൽക്കില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞാലും ആളുകൾ പടം കാണും, സിനിമയെ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ഒരു റിവ്യൂ എല്ലാം പടം പോസിറ്റീവായിട്ട് പറയണത്. പോസിറ്റീവ് പറയണ്ടേ? എല്ലാ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റമായിട്ട് പറയാറില്ല. കുറ്റമായിട്ട് പറയണമെന്ന് കുറച്ചെങ്കിലും ഇതാണെങ്കിലും നമ്മൾ നല്ലത് പറഞ്ഞിട്ട് വന്നെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമയെ സ്നേഹിച്ച്, കാരണം സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ ഇല്ല വരെ. അപ്പൊ നമ്മളൊരിക്കലും നെഗറ്റീവായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയാറോ? നിങ്ങൾക്ക് ഞാൻ എല്ലാം പോസിറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യൻ ഒക്കെ ഞാൻ നെഗറ്റീവ് തന്നെ പറഞ്ഞിട്ടുള്ളൂ, എല്ലാം ഒന്നും പറയത്തില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യം, ഇവരെല്ലാം പറയുന്നത് പോസിറ്റീവാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു മിനിറ്റ് ഞാൻ പറയാം. അതായത് ചേട്ടൻ പറഞ്ഞു പൈസ പോകുന്നു. വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലർ റിവ്യൂ ഇട്ടിട്ട് കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. അങ്ങനെ എന്താ പറയുക, റിവ്യൂസ് ഇടുന്ന അവരവരുടെ ഇഷ്ടമാണ്. എങ്കിലും പൊതുവെ കൊള്ളത്തില്ല എന്ന പടം OTT വരുമ്പോൾ ആൾക്കാർ ഇത്ര നല്ല പടമായിരുന്നോ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം അതായത് മറ്റേ ഈ പുള്ളി ഉണ്ടല്ലോ, നമ്മളെ ആ പുള്ളിയുടെ പേരെന്തായിരുന്നു, സുന്ദർ സിംഗ്. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. പണ്ട് അൻപേസിവം സിനിമ ഇറക്കിയ സമയത്ത് അത് എല്ലാവരും ആരും കണ്ടുമില്ല, പൊട്ടിപ്പാളിശായി പോയ പടമാണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ ആൾക്കാർ ഇപ്പം കാണുമ്പോഴത്തേക്കിനും പുള്ളിയെ പ്രശംസിക്കുക, എന്താ അതുപോലത്തെ പടം ചെയ്യാൻ ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ. അപ്പോൾ എന്താണ് ആ പുള്ളി പറയുന്നത്, എനിക്ക് അവരോടൊക്കെ ദേഷ്യമാണ്. കാരണം തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ തന്നെ നമ്മളെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ആ പടം ഉണ്ടല്ലോ, ഈ ഗഗനചാരി, ആ സിനിമ ഞാൻ OTT കണ്ടത്. പലരും മിസ് ചെയ്ത പടമാണ്. അത് വന്നപ്പോൾ നല്ല പടമാണ്. അതിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഹോളിവുഡ്, ഒരു ഇംഗ്ലീഷ് പടം, ലൊക്കേഷൻ ആണെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ. സിനിമ നല്ല സിനിമയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരും റിവ്യൂ പറഞ്ഞില്ല, കാണും ആൾക്കാർ. നല്ല പടമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ തിയേറ്ററിൽ വന്ന ഹിറ്റായി, പിന്നെ ചില പടങ്ങൾ, പിന്നെ നമ്മുടെ സൈജു കുറുപ്പേട്ടന്റെ പടം ഭരതനാട്യം സിനിമ, അതും ഇപ്പൊ OTT സൂപ്പർ ഹിറ്റ്. കാരണം സൈജു കുറുപ്പേട്ടൻ പോലും ഒരു ഇന്റർവ്യൂലും പോലും പറയാത്തൊരു പേരായിരുന്നു. പക്ഷെ OTT വന്നപ്പോ അത് പടം എല്ലാവരും കാണുന്നുണ്ട്, സൈജു കുറുപ്പേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല, ഒരു കാര്യം പറയാനുണ്ട്. പറയട്ടെ, അത് കഴിഞ്ഞ് അവനെ അങ്ങോട്ട് മാറ്റി നിർത്താം.